നമോ ഭക്തിയുക്താനുരക്തായ തുഭ്യം നമഃ പുണ്യപുഞ്ജൈകലഭ്യായ തുഭ്യം നമോ വേദവേദ്യായ ചാദ്യായ പുംസേ നമഃ സുന്ദരായേന്ദിരാവല്ലഭായ നമോ വിശ്വകർത്രേ നമോ വിശ്വഹർത്രേ നമോ വിശ്വഭോക്ത്രേ നമോ വിശ്വഭർത്രേ നമോ വിശ്വനേത്രേ നമോ വിശ്വജേത്രേ നമോ വിശ്വപിത്രേ നമോ വിശ്വമാത്രേ. രാമായണം ജീവാമൃതം കർക്കടകം 12. ഓരോ കൃതികൾ രചിക്കുന്ന സമയത്തും അതിന് ചില ലക്ഷ്യങ്ങളുണ്ടാകും എന്ന് സാഹിത്യ ആചാര്യന്മാർ മുമ്പേ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയും, പ്രയോജനമനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. എത്ര പാമരനാണെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടില്ല. അതേപോലെ തന്നെ കാവ്യങ്ങൾ രചിക്കുന്ന സമയത്ത് കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേതരക്ഷതയെ സദ്യ പരനിർവൃതയെ കാന്താ സംമിതതയാ ഉപദേശയുജേ എന്ന് സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓരോ കാവ്യങ്ങളും എഴുതുന്ന ആളുടെ കീർത്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് വ്യവഹാരം ചെയ്യേണ്ടത്, രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത്, രാമനെ പോലെയാണ് പ്രവർത്തിക്കേണ്ടത്, രാവണനെ പോലെയല്ല. അതുപോലെ ശിവേതരക്ഷതയെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ അവരവരുടെ രോഗമില്ലാതെയാക്കാൻ വേണ്ടി ഭഗവാന്റെ പാദങ്ങളിൽ കാവ്യ പുഷ്പങ്ങൾ അർച്ചിച്ചു. വായിച്ച ഉടനെ തന്നെ നമുക്കൊരു അനുഭൂതി ഉണ്ടാകുന്ന രീതിയിലുള്ള കാവ്യങ്ങൾ എപ്രകാരമാണോ നമ്മുടെ പ്രിയതമമാർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളത് കേൾക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, അതേപോലെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന കാവ്യങ്ങൾ, ഇങ്ങനെ കാവ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ, പ്രയോജനങ്ങൾ പലതാണ്. അപ്പം നമ്മളിവിടെ ഈ കർക്കടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നു. ആ കർക്കടക മാസത്തിൽ മാത്രമല്ല, നിത്യജീവിതത്തിൽ അത് നമ്മുടെ ഭാഗമാക്കി തീർക്കണമെന്ന് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ രാമായണത്തിൻ്റെ ഫലശ്രുതി എന്താണ് എന്ന് അധ്യാത്മ രാമായണ കർത്താവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്തിയാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടുമർത്തി കേട്ടിടുകിലർത്ഥവാനായി വരും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും
ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇപ്പം സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. ഫലശ്രുതി എന്നാൽ പാരായണം കൊണ്ട് ലഭ്യമാകുന്ന ഫലം എന്നാണ് ഇവിടെ സാമാന്യമായിട്ടുള്ള അർത്ഥം. സകലാഭീഷ്ടസിദ്ധി എന്ന വാക്കിന് ഒരാളുടെയോ കുറച്ചുപേരുടെയോ എല്ലാ അഭിലാഷങ്ങളുടെയും സിദ്ധി എന്നും എല്ലാവരുടെ അഭിലാഷങ്ങളുടെ സിദ്ധി എന്നും രണ്ട് തരത്തിൽ അർത്ഥമെടുക്കാം. എന്തായാലും എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത് ഒരാളുടെ മാത്രമാകില്ല, എല്ലാവരുടെയും അഭീഷ്ടസിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഉദിച്ചു വരും. എല്ലാവരുടെയും എല്ലാ അഭിലാഷങ്ങളും ഒരുമിച്ച് എങ്ങനെ നിറവേറാനാണ്? അത് അസാധ്യമല്ലേ? ആണോ എന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് അത് അസാധ്യമാവുന്നത്. എപ്പോഴാണ് അത് അസാധ്യമാവുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനായും നിറവേറ്റണമെന്ന് കരുതുന്ന ആളുടെ മനസ്സിലിരിപ്പ് മറ്റാർക്കും ഒന്നും വേണ്ട, എല്ലാം എനിക്ക് മാത്രം മതി എന്നാണെങ്കിൽ തീർച്ചയായും അത് നിറവേറ്റപ്പെടുകയില്ല. ഭൂരിപക്ഷം പേരും ഒന്നുമില്ലാത്തവരും കുറച്ചു പേർ മാത്രം എല്ലാം ഉള്ളവരുമാകണമെന്നാണ് കൊതിക്കുന്നതെങ്കിലും ഇതേ പ്രയാസമുണ്ട്. ഇങ്ങനെ ഒരവസ്ഥയാണ് തൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഫലശ്രുതി എന്ന് ഒരു മഹാകവിയും ഒരിക്കലും കരുതാനും സാധ്യതയില്ല. അപ്പം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപോലെ നിറവേറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് തുഞ്ചത്താചാര്യൻ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് നിശ്ചയം. മറ്റെല്ലാവർക്കും ഉള്ളതും ആർക്കുമില്ലാത്തതുമൊക്കെ തനിക്ക് വേണമെന്ന് ആരും കൊതിക്കാത്ത ഒരു സ്ഥിതി, അഥവാ തനിക്കുള്ള എന്തെങ്കിലും ഒന്ന് മറ്റാർക്കെങ്കിലും ഇല്ലാതിരിക്കുന്നുവോ എന്ന് എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു സമൂഹം. അതെ, തനിക്ക് ഇന്നത്തെ അത്താഴത്തിന് ഇവിടെ വകയുണ്ട്, അയൽക്കാരന് ഉണ്ടോ എന്നറിയില്ല എന്ന് കരുതുകയും അധികമായി കിട്ടിയ ഭക്ഷണവസ്തു അയൽപക്കത്തേക്ക് കൊടുത്തയക്കുകയും ചെയ്യുന്ന ആളുടെ ശ്രദ്ധ തന്നെ. അയാളുടെ 7 അയൽക്കാരും അങ്ങനെ തന്നെ ആലോചിച്ചതുകൊണ്ട് അത്രയും വീടുകൾ കൈമറിഞ്ഞ ആ ഭക്ഷ്യവസ്തു അവസാനം അയാളുടെ കൈകളിലേക്ക് തന്നെ തിരികെ വന്നു ചേരുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അനാവശ്യമായ ഒരു അഭിലാഷം ആർക്കാണ് ഉണ്ടാവുക? മറ്റുള്ളവർക്കുള്ള സർവസ്വവും ഇല്ലാതെയായേ നിറവേറൂ എന്ന തരത്തിലുള്ള ഒരു ആഗ്രഹം ആർക്കാണുണ്ടാവുക? സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രാവണത്വമുണ്ടായാൽ മറ്റു നിരവധി പേർക്ക് അഭിലാഷഭംഗം വരുമെന്നത് തീർച്ചയാണ്. ഒരാൾ അന്യൻ്റെ ധനം ആഗ്രഹിച്ചാൽ, അന്യൻ്റെ ഭാര്യയെ കാമിച്ചാൽ, പരധനം കവർന്നാൽ, അസത്യം പറഞ്ഞാൽ, വാക്കുപാലിക്കാതിരുന്നാൽ, ചതി കാണിച്ചാൽ, പരിസരം വൃത്തികേടാക്കിയാൽ, അനീതിയോ അക്രമമോ കാണിച്ചാൽ മൊത്തം സമൂഹത്തിൻ്റെ സുസ്ഥിതിയാണ് നശിക്കുന്നത്. ഏതു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഇഷ്ടം ശാന്തിയാണ്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ലാത്ത അവസ്ഥയും തികഞ്ഞ രക്ഷാബോധവും കൂടിയായാൽ എല്ലാമായി. ഈ രക്ഷാബോധം എല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ രാജാവ് രാമനെ പോലെ ഇരിക്കണം. അല്ലെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിംഹാസനത്തിൽ രാമപാദുകങ്ങളെ ഉണ്ടാകാവൂ. രാജാവ് പ്രജകളെ തൻ്റെ മക്കളെ പോലെ സ്നേഹിക്കണം. കിടയറ്റ ആറാമിന്ദ്രിയത്തിൻ്റെ സഹായത്തോടെ നീതി നടപ്പാക്കണം. എപ്പോഴും എല്ലാവരിലും എത്തിക്കൊണ്ടിരിക്കുന്നത്ര സർവാശ്ലേഷിയായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രജാക്ഷേമ ജിജ്ഞാസ. യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ ചൊല്ല്. അങ്ങനെ ഒരു നാട്ടിലും മരണവും വ്യാധിയുമൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും.
പക്ഷേ തടയാനാവാത്ത കാര്യത്തിന് വേണ്ടി ആരും സങ്കടപ്പെടേണ്ടതില്ല എന്ന ബോധം കൂടി ഏവർക്കും ഉണ്ടാകും. നരജീവിതത്തിലെ അനിവാര്യമായ വേദനകൾ ധൈര്യമായി നേരിടാനുള്ള സഹനശേഷി ശരിയായ അറിവിൻ്റെ മധുരഫലമായി സാർവത്രികമായി നിലവിൽ വരും. ഇങ്ങനെ ഒരു നാട്ടിൽ വാസ്തവത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ തന്നെ ആവശ്യം ഉണ്ടാവില്ല. ജിജ്ഞാസ വളരും തോറും അധികാരത്തിൻ്റെ കേന്ദ്രീകരണമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിലെ പന്തികേടുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരിയായ അറിവുള്ള സമൂഹത്തിൽ അധികാരം പൂർണ്ണമായും വികേന്ദ്രീകരിക്കപ്പെടും. അത്തരമൊരു സമൂഹത്തിൽ ആകാശത്ത് കിടക്കുന്ന അമ്പിളിമാമനെ പിടിച്ചുകൊണ്ടുവന്ന് ഉരുക്കി തൂക്കി വിറ്റ് കാശാക്കാമെന്ന് ആരും ആഗ്രഹിക്കില്ല. ഇവിടുത്തെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകാൻ ഭീകരരൂപികളായിട്ടുള്ള അന്യഗ്രഹ ജീവികൾ വരുമെന്ന് ആരും ഭയപ്പെടുകയുമില്ല. ഇത് തന്നെയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സമൂഹത്തെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വാൽമീകി മഹർഷിയും അതിനെ പിന്തുടർന്നു വന്ന എല്ലാ രാമായണ കർത്താക്കളും അവരവരുടെ കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. ഒരു നല്ല സാഹിത്യത്തിൻ്റെ ഫലം എന്തായിരിക്കണമെന്ന് കൂടി ക്രാന്തദർശിയായ മഹാകവി ഈ ഫലശ്രുതിയുടെ വരികളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. എന്തിനാണ് സാഹിത്യമെന്ന് ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരൊറ്റ വഴി മാത്രമേയുള്ളൂ: രാമായണം വീണ്ടും വീണ്ടും വായിക്കുക. രാമായണത്തെ നമ്മുടെ ജീവാമൃതമാക്കി തീർക്കുക.